ആ ഇവിടെ ദോശൻ്റെ സ്പെഷ്യൽ അല്ലേ? ഞാനതിങ്ങനെ കേട്ടു. അപ്പോൾ കോഴിക്കോടാണ് ഇത് കേട്ടത്. നമ്മളെ മീഡിയ വണ്ണിൻ്റെ മക്കാനി എന്ന് പറഞ്ഞ പ്രോഗ്രാം കാണാമല്ലോ. ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാ ഭക്ഷണവും ഇല്ല. കോഴിക്കോട്ട് ആയിരക്കണക്കിന് ഹോട്ടലും ഭക്ഷണങ്ങളും ഉണ്ട്. നമ്മൾ ചില പ്രത്യേകതയുള്ള സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാകും. ഒരു അട്രാക്റ്റീവ് ആയിരിക്കണം. ഫുഡോ അതിൻ്റെ ലൊക്കേഷനോ അല്ലെങ്കിൽ കുക്കോ. ഒരു ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന 10 ആളുണ്ടോ, അതിൽ ചില ആൾ വലിയ പേരിട്ട ആളും വലിയ കൈപ്പുണ്യമുള്ള ആളുമായിരിക്കും. നമ്മളവിടെ പോയിട്ട് എടുക്കും. അതേമാതിരി ഇവിടെ ദോശ എത്രയോ ഹോട്ടലുകളുണ്ട്. ഇവിടെ ദോശയുടെ സ്പെഷ്യാലിറ്റി ഇങ്ങനെ കേട്ടപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ മക്കാനും ഇവിടെ ആക്കാം വിചാരിച്ച് വന്നതാണ്. നമ്മൾ അങ്ങോട്ട് ആയിക്കോട്ടെ വരും. ഹോട്ടലിൽ വന്നിട്ട് വെറും ദോശക്കാണ് ഇവിടെ പ്രാധാന്യം. ദോശയാണ് ഇമ്പോർട്ടൻസ്. ആളുകൾ ദോശയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദോശ ഉണ്ടാക്കുന്നത്. അത് സാധാരണ കോഴിക്കോട് ഹോട്ടലിൽ നിന്ന് ഇവിടെ കയറിയാൽ എല്ലാം കിട്ടണം. എന്ത് ചോദിച്ചാലും കിട്ടണം. രാവിലെ ഇട്ട് തുറക്കില്ല. രാവിലെ 10 മണിക്ക് തുറക്കും. മറ്റേ ഹോട്ടൽ കൊടുക്കാൻ്റെ കാര്യം അത് ജീവിതത്തിലെ മാർക്കറ്റിങ്ങിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്തുള്ള യാത്രകളിൽ എപ്പോഴെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു പാഷൻ, വേറെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒക്കെ ഒരു ഹോട്ടൽ സ്വന്തമായിട്ട് വേണമെന്നുള്ളൊരു ആഗ്രഹം വന്നിട്ട് അങ്ങനെ തുടങ്ങി. പല സ്ഥലത്ത് പക്ഷേ എനിക്കെന്തുകൊണ്ട് ഹോട്ടൽ അതിലുള്ള നല്ല കാര്യങ്ങളും അതിൽ ഇങ്ങനെ അല്ലാണ്ട് എനിക്കൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നലുകൾ ഉണ്ടാവില്ല സാർ. അത് തോന്നാൻ കാരണം ഹോട്ടൽ ഉണ്ടാക്കാൻ തോന്നിയൊരു കാര്യമില്ല. എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ അറിയാം. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, കുക്കിംഗ് എനിക്ക് അറിയില്ല. ഹോട്ടൽ പക്ഷേ നല്ല ഭക്ഷണം ആസ്വദിക്കാൻ അറിയാം. അല്ല, ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഈ കുക്കിനും ഇതിൻ്റെ പണിക്കാരെ ആശ്രയിച്ചാണ് ഇത് നിൽക്കുന്നത്. അതെ. അവർ ആരെങ്കിലും ഒന്നും ശരിയല്ല അതിലിട്ടച്ച് പോവുക വരാതിരിക്കുക ചെയ്തിട്ട് പോയി. ഈ പേരിടാൻ കാരണം എന്താണ്? ഗ്രാനിഷ് ഒരു ട്രഡീഷണൽ ടേസ്റ്റ്. കാരണം ഞാൻ കണ്ട ഏറ്റവും വലിയ കുക്ക് എൻ്റെ അമ്മ തന്നെയാണ്. കാരണം അമ്മൂമ്മേൻ്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അപ്പം അമ്മയുടെ ടീച്ചർ അമ്മൂമ്മയാണ്. അപ്പം ആ ഒരു പാരമ്പര്യമായിട്ടുള്ള ടേസ്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗ്രാൻഡീസ്. ആദ്യം ഭക്ഷണം തരുന്നത് ഒക്കെ. അപ്പം ആ ഒരു ടേസ്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കോഴിക്കോട്ട് ആണെങ്കിലും ഞാൻ ഇതിനെ കണ്ടില്ല. പക്ഷേ കേട്ടറിഞ്ഞ് വന്നപ്പോൾ ഗ്രാൻഡീസിൽ കയറിയപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടി. ഇതിലെ ഓണർ തന്നെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇത് തുടങ്ങുന്നത്. ഞാൻ ഒരുപാട് കാലം ഹോട്ടലിൽ ഫുഡ് കഴിച്ച് എനിക്കെന്തുകൊണ്ട് ഹോട്ടൽ തുടങ്ങിക്കൂടാ, അങ്ങനെ തുടങ്ങുകയും അത് ദോശ ഇല്ലാത്ത രീതിയിൽ പോവുകയും. പക്ഷേ ദോശയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. ദോശ എന്ന് പറഞ്ഞാൽ സാധാരണ ദോശ അല്ല. നമ്മൾ വീട്ടുകാരും കഴിച്ചില്ല ബീഫ് ദോശയും ചിക്കൻ ദോശയൊക്കെ അതുപടി ഉണ്ട് ഇഷ്ടംപോലെ. എന്തുകൊണ്ട് ഇങ്ങനെ ദോശ ആക്കിക്കൂടാ? ഓരോ ഐഡിയ തോന്നുന്നു, അതുണ്ടാക്കി വെക്കുന്നു, അത് വിജയിക്കുന്നു. ഇതന്നെ ജീവിതത്തിൽ നമ്മളെ പ്രയത്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ദോശപ്രയത്നത്തിൽ ഇദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ദോശ മസാല ദോശ തിന്നുന്നത്? നമ്മൾ ബീഫ്, ചിക്കൻ, മട്ടൻ ദോശ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു? മീൻ, കക്ക, കല്ലുമക്കായ എന്ത് കിട്ടിയാലും ദോശ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഗ്രാനീഷ്. ആ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരാ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ നിർദ്ദേശം ആരാ കൊടുക്കുന്നത്, ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് പറയണ്ടേ. അതിന് ഉണ്ടാക്കുന്ന കിച്ചണിലേക്ക് നമുക്ക് പോവാം. ഹരീഷ്, നമ്മളാണ് ഇവിടുത്തെ കുക്കില്ലേ? ആമേ തമിഴാ? ഇല്ലേ ഇവിടെ ദോശ ഉണ്ടാക്കല്? ചിക്കൻ ദോശ. അല്ല, ദോശ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇവിടുന്ന് പഠിച്ചതാണോ വേറെ പഠിച്ചിട്ട് വന്നത്? റെഡി പണിട്ട് എങ്കിലും ഇത് പഠിച്ചത് കൽക്കട്ട. കൽക്കട്ട ദോശ വേറെയാണ്. കൽക്കട്ട ദോശ അല്ല, ഇത് കേരള ദോശ. കൽക്കട്ടയിലുണ്ട് ബീഫ് ദോശ, ചിക്കൻ ദോശ. അവിടെ നേരത്തെ ഉണ്ട്. അപ്പൊ ഇതിവിടെ പുതുതായിട്ടൊന്നുമല്ല. ഓ, എന്ത് ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ ദോശ. ചിക്കൻ ദോശ ഉണ്ടാക്കണം അവിടെ. മസാല എങ്ങനെയാണ് ചിക്കൻ്റെ മസാല കൂട്ടുന്നത് ഒന്ന് കാണാം. ഹരീഷ്, നാട് എവിടെയാണ്? നാട് ഊര് എന്ത്? കൽക്കട്ട. അവിടെ നിന്നായിരുന്നു നമ്മൾ ഈ കുക്കായിരുന്നോ? ഇവിടെ കാലിക്കറ്റ് വന്നിട്ട് എത്ര കാലമായി? 5 വർഷമായി. ഇതല്ലായിരുന്നു ഇവിടെ പണി? ദോശ. ഈ ഹോട്ടലിൽ ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 3 മാസം.
അപ്പോൾ നേരത്തെ ഉള്ള സ്ഥലത്തും ഇതേമാതിരി ഉണ്ടായിരുന്നു. ആ ഈ നോൺ ദോശ നോൺ വെജ് 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 എല്ലാം ഉണ്ട്. ഞാനത് വെളിച്ചെണ്ണയാണോ ഓയിലാണോ? ഓയിൽ ഓയിൽ. ആ എന്തുള്ള എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് വെളിച്ചെണ്ണ റെഡി ആയില്ലേ? ആ ഇത് ചൂടായില്ല? ആ ചൂട് ഗാർലിക് ഗാർലിക്. ആ. ആ എന്താണ്? ആ സവാള. ഓയിൽ ആ ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടാക്കാൻ നമ്മൾ എടുക്കണേ? ഇത് ഒരു ദോശ ഒരു ദിവസം. ഒരു ദോശ ഒരു ദിവസം ഇവിടെ സവാളെല്ലാം വേണമാ? ആ ഇത് തക്കാളി ആ ഇത് മസാല മസാല. ആ ഉപ്പ. ഉപ്പ് ഇത് ഗരം മസാല ആ ആദ്യം ഈ ഓയിലിൽ ആ ഗാർലിക് ഗാർലിക്ക്, പിന്നെ സവോള, തക്കാളി, മുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല എല്ലാം ഒരു നുള്ളു ചെയ്തിട്ടാണ് ഇതിൽ മസാല തയ്യാറാക്കുന്നത്. ആ ഇനിയിപ്പോൾ ഇതിൽ എന്തിട്ടാലും ചിക്കൻ ഇട്ടാൽ ചിക്കൻ ആവും, ആ ചിക്കൻ ബീഫ് ഇട്ടാൽ ബീഫ് ആവും. ആ. മസാല സെയിം. ഇത് മസാല സെയിം ഓക്കെ. ചിക്കൻ പോടാ ചിക്കൻ 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 മുன்னாடி വേവിച്ച് വെച്ചതാ? അതെ വേവിച്ച് വെച്ചതാ? இல்லை இல்லை கொஞ்சம் கிரேவி போடுவோம் கிரேவி சிக்கன் தோசை கிரேவி வெங்காயம் பேஸ்ட் பண்ணி ஒனியன் 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 கிரேவி போட்டதா? ஆ முட்டை சேர்த்தா? ஆ இது நான்வெஜ் ஏ நான்வெஜ்க்கு முட்டை போடுவோம் நான்வெஜ். ஆ ഇതിപ്പം മസാല ദോശ തന്നെ ഇതും ആ മസാല വേറെ ഈ മസാല വേറെ അല്ലേ? ആ മറ്റേ മസാല ദോശയിൽ കുറേ ഉരുളക്കിഴങ്ങ് ആ ഇതാക്കും. ഇതിലിപ്പം മുട്ട അടിച്ച് ചേർത്ത് നോൺ മസാലയായി. ആ നോൺ മസാല ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു. ആ ഇത് ഇത് ദോശയിലുണ്ട്. ആ ഇത് ദോശ போட்டு ദോശ ரெடி பண்ணும் ഇത് മസാല ചിക്കൻ വേറെ ഉണ്ടാക്കണ്ടേ? ആ ഇത് ചിക്കൻ ഇത് ചിക്കനാ? ആ ഇത് ചിക്കൻ 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 മുട്ട അടിച്ചിട്ട് ആ നോൺ വെജിലെ മുട്ട പോടണം വെജിലെ മുട്ട പോടണം ഇത് വെജിറ്റബിൾ ഇത് ചിക്കൻ മുട്ടല്ലേ? ആ ഇത് ചിക്കൻ വേറെ എന്നാ ദോശ? വേറെ മഷ്റൂം ദോശ മഷ്റൂം ദോശ മസ്റൂം. ആ അത് മസാല ഇവിടെ ഇത് സെയിം ആ ഇതാണ്. ഇത് മസാല സെയിം ഹരീഷ് ഇവിടെ ചിക്കൻ ദോശക്കുള്ള മസാല റെഡിയാക്കി കഴിഞ്ഞു. ചിക്കൻ ദോശ. ഇനി ഒരു വെജിറ്റേറിയനാണ് മഷ്റൂം. അത് മസാല ഏതാണ്ട് ഇതൊക്കെ തന്നെ. ബാക്കി എന്താണ് അതിൻ്റെ പരിപാടികൾ നോക്കാം അല്ലേ? ആ ഗാർലിക്, വെങ്കായം ഓ ചില്ലി, തക്കാളി.
മസ്റൂം ആയതുകൊണ്ട് നമ്മൾ മുട്ട അടിച്ച് ചേർക്കൂല. മുട്ട ചേർക്കാം. അത് നോണിലുണ്ടാക്കും അല്ലേ? ആ അതിൻ്റെ ഓനിയൻ പേസ്റ്റ്. ആ ഓനിയൻ പേസ്റ്റ്. ഇതാണ് ഒരു ദോശക്കുള്ള മസാല. ആ ഒരു ദോശക്ക് മസാല. ഇത് എത്ര ഗ്രാം ഉണ്ടാവുമല്ലോ? ഇത് 50 ഗ്രാം, കൊഞ്ചം 100 ഗ്രാം. നമ്മൾ വെജിൽ മസ്റൂം ഉണ്ടാക്കി. ഇനി ഇതാ കോളിഫ്ലവർ ഉണ്ടാക്കാനുണ്ട്, നോണിൽ കല്ലുമുക്കായുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഈ മസാലകൾ ഇതൊക്കെ തന്നെ. ഇതിൽ നമ്മൾ എന്ത് ചേർക്കുന്നോ ആ ഇതായി വന്നിട്ട് അത് ദോശയിലിട്ടിട്ട് മറ്റേ ബീഫ് ദോശ, ചിക്കൻ ദോശ, മസ്റൂം ദോശ, കല്ലുമുക്കായ ദോശ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനി ദോശയിൽ ഇല്ലേ ദോശ ഉണ്ടാക്കാന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കാൻ കാണിക്കാൻ അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് ഹരീഷ് 2 മസാലകൾ ഉണ്ടാക്കി. ഒന്ന് ചിക്കൻ, ഒന്ന് മസ്റൂം, നോണും വെജും. ഇനിയിപ്പോൾ ദോശ ആക്കാൻ പോകണം. അൻവർ ബംഗാളിയല്ലേ? അതെ, ബംഗാളി. ബംഗാളുകാരനായ അൻവറാണ് ഇത് ദോശ ആക്കുന്നത്. മലയാളം അറിയാലോ? ഇങ്ങോട്ട് പറയാനറിയോ? ഒന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതെന്താക്കാൻ പോവാ? ചിക്കൻ മസ്റൂം. ഇത് എന്താക്കാൻ പോവാ? ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത്? മസാല ദോശ റെഡി ദോശ ആക്കാൻ. ആ മലയാളം അറിയാം. മലയാളം അറിയാമെന്നും പറയുന്നത് വെള്ളം പേടിയാണ് ഈ വെള്ളം ഓടി കണ്ടിട്ട്. എന്ത് മാവാണ് അത്? അരിയോ ഗോതമ്പോ? അരിമാവ്. അരി. അനുപരി ദോശ തിന്നോ? തിന്നോക്കിയില്ലോ? അനുപരി കുടുംബം ഉണ്ടോ ഇവിടെ? അതെ. കുടുംബം, ഫാമിലി? ഫാമിലി ഇല്ല. ബംഗാളിലാ? ബംഗാളിലെ. അവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ മലയാളി ആക്കണം കേട്ടോ. മസ്റൂം. മസ്റൂം പാതി. ഇനി ഈ പാതിയിൽ നമുക്ക് ഇത് വെച്ചൂടെ ചിക്കൻ? അതല്ല. അപ്പം നോൺ വെജ് കൂടെ അല്ലേ? നോൺ വെജ് എന്ന് പറയാലോ. നോൺ വെജ് ദോശ. നോൺ വെജിലല്ല, സെപ്പറേറ്റ്. വെജ് നോൺ ദോശ അല്ല പറ്റൂലല്ലേ? എന്നത് നോക്കി. അത് ആയി. ഓക്കെ, ചിക്കൻ അല്ല മസ്റൂം ദോശ റെഡിയായി. ഇനി ഇതാക്കണം. ഇത് ഒരാൾക്ക് ഈ ഒരു ദോശ തന്നാൽ മതിയാവും അല്ലേ? വേറെ ഫുഡ് വേണ്ടി വരില്ല. അത്ര തൂക്കം ഉണ്ടാവും ഇല്ലേ? അതെന്താ വെളിച്ചെണ്ണ? അതെ, വെളിച്ചെണ്ണ ഇല്ല. 6 kg. ആർക്ക് നെയ്യാ? ആ ചിക്കൻ ശരിക്കും ഒരാൾക്ക് നല്ല തിന്നാനുണ്ട്, ഒരാൾക്കല്ലത്. ഇതിപ്പോ വലിയ അട പോലെ അട തരില്ലേ? അട എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഐറ്റം ഉണ്ട് അട. ആ അത് ചിക്കനിടും സ്വീറ്റും ഒക്കെ ഉണ്ടാവും. അതുമാതിരി പെരുസട, വലിയ അട. ദോശയാക്കാം, അടയാക്കാം. ചിക്കൻ ദോശ, മസ്റൂം ദോശ രണ്ടും റെഡി ആയിരിക്കണം. ഇതൊരാൾക്ക് തിന്നാവുന്ന, ഒരാൾക്കല്ല, ഇത് ചെറിയ ഫാമിലിക്കൊക്കെ ഇത് പോകുന്ന എൻ്റെ അഭിപ്രായത്തിൽ. ഇത്ര മസാല വേണ്ട.
മസാല കുറച്ച് ഒരാൾക്ക് താങ്ങാൻ പറ്റുമ്പോൾ അങ്ങനെ വലിയ തീറ്റിക്കാരില്ല. അപ്പം ഭക്ഷണം നന്നായിരിക്കണമെന്നുണ്ട്. ഇത് ബംഗാളിലെ മാതിരിയല്ല, കോഴിക്കോട്ടിൽ കുറച്ചേ കഴിക്കുള്ളൂ. ആ ഫുഡ് നല്ലതായിരിക്കണം, നല്ലതായി പിന്നെ തിന്നോളൂ. നല്ല പോയിട്ട് ഇത് എത്ര ഗ്രാം ഉണ്ടാവും? അത് 50 500 500 ഉണ്ടാവുമോ? 500 ഗ്രാം ഫുഡൊക്കെ ഒരാൾ ഒരു നേരം കയറ്റി അത് ഉണ്ടാവില്ല. ഇത് രണ്ടാൾക്ക് ഉണ്ട് ശരിക്കും. ഇത് കുറച്ച് കടുപ്പം തന്നെ. ഒന്ന് തിന്നാൽ മുഴുവൻ ഉണ്ടാവില്ലോ, വേസ്റ്റ് ഉണ്ടാവില്ലേ, ബാലൻസ് വരില്ലേ? ആർക്ക് കൊടുത്താലും അല്ല പുള്ളു തിന്നോ? ഫുൾ തിന്നില്ല. പുള്ളു തിന്നിട്ടേ പോകുള്ളൂ. ഒരു ദിവസം ഇവിടെ ഒന്ന് വൈകുന്നേരം ഒന്ന് നോക്കണം ആരൊക്കെ അത് പുള്ളു തിന്നുണ്ട്. അതെ, മക്കളെ കല്യാണം കഴിക്കില്ല, അവരൊന്നും വിളിക്കരുതേ, ഓരോക്കെ ഒന്ന് ഒഴിവാക്കണം. അമ്മ അതിൽ തീറ്റക്കാരാണ്. ഇതൊക്കെ ഒരാൾ തിന്നാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ 2-3 നേരമായിട്ടൊക്കെ തിന്നും. 2-3 ടൈമായിട്ട് അത് തീർക്കാൻ പറ്റുള്ളൂ. ഏതായാലും കോഴിക്കോട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ നോൺ ഇത് നേരത്തെ കൽക്കട്ടയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതൊരു പുതുമയാണ്. പക്ഷെ അത് നല്ല വളരെ ഫേമസ് ആണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന രീതി നമ്മളുണ്ട്. ആ മസാല ചേർത്ത് അതിൽ ഇറച്ചി ഇട്ടു, മസാല ചേർത്ത് അതിൽ ഈ കൂണ് ഇട്ടു, അപ്പോൾ അത് ദോശയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി വലിയ പ്രയാസമല്ല, ഇത് തിന്ന് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ കഴിക്കാമല്ലോ, തിന്നാം. ഇത് മാത്രം ചട്ടിനി സാമ്പാറും ചട്നി സാമ്പാറുണ്ട്. ഇതുണ്ടാവോ? 2 ചട്നി 2 സാമ്പാർ. 2 ചട്ടിനി 1 സാമ്പാർ. എവിടെ അതല്ല ഉണ്ടാവും? ഇപ്പം ഇല്ല, ഇപ്പം ഇങ്ങനെ തിന്നോളാം അല്ലേ? ഇല്ലേ, ഇവിടെ ഇല്ല സാധനം, വേറെ സാധനം ഉണ്ടാക്കിയിട്ട് വേണം. വേണ്ട, അങ്ങനെ തിന്ന് നോക്കാം. മഷ്റൂം ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പേര് ആർക്ക് കൊടുക്കാം? ദോശ ഉണ്ടാക്കിയ അൻവറിനോ മസാല ഉണ്ടാക്കിയ ഹരീഷിനോ? മസാല ഉണ്ടാക്കിയത് ഹരീഷ്, ദോശ ഉണ്ടാക്കിയത് അൻവർ. നന്നായിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ കാരണം? ക്രെഡിറ്റ് ആർക്ക്? ആർക്ക് വേണ്ട. മനസ്സിലായില്ല. നിങ്ങളുടെ എന്താണ് ഹിന്ദിയിൽ ഒന്ന് പറഞ്ഞു നോക്കി. പറയാം. ഇത് ദോശ ഉണ്ടാക്കിയത് അൻവർ, മസാല ഉണ്ടാക്കിയത് ഹരീഷ്. ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ടത്? 2 കൂടി വേണം. അതും ഒരാൾക്ക് പോരാ. നന്നായിട്ട്, സൂപ്പറായിട്ട്. ഇത് ടേസ്റ്റ് നോക്കാനാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഫുള്ള് തിന്നു പോകും. കോഴിക്കോട്ട് 2 കൊല്ലമായി എത്ര ഇത് തുടങ്ങിയിട്ട്. ഞാൻ എവിടെ ഇരുന്നാണ് ഞാൻ നോക്കണത്. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. കാരണം ദോശ, മസാല ദോശ ഇഷ്ടംപോലെ, ഈ നെയ് റോസ്റ്റ്, സാധാ ദോശയൊക്കെ ഒരുപാട് ഹോട്ടലുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലും അല്ലാത്ത ഹോട്ടലിലൊക്കെ ഇത് കിട്ടും. ഇങ്ങനെ ഒരു ഐറ്റം ഉള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും മനസ്സിലാവുന്നത്. ഏതായാലും കുടുംബത്തോടെ സുഹൃത്തുക്കളോടൊക്കെ പറയാമല്ലോ, ടൗണിൽ പോകുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ റോഡെന്ന് പറഞ്ഞാൽ അറിയാവുന്നതല്ല, പണ്ട് ബീവറേജ് ഉള്ളതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ നോവൽ എഴുതിയിട്ട് പേരെടുത്തതിനേക്കാളും കൂടുതൽ അദ്ദേഹം മരിച്ചു കുറേ കാലം കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് പേരിട്ട്. കാരണം ഈ റോഡുകൊണ്ട്, കാരണം റോട്ടിലായിരുന്നു ബീവറേജിൻ്റെ ഓഫീസ്. ഏതാളും പറയും അവിടെ ചെന്നൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായി. എവിടെ ചെല്ലട വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലിടാ. അങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഫേമസ് ആയത് അല്ലേ? ആരോട്? എന്ത് വൈക്കം മുഹമ്മദ് ബഷീർ മഷ്റൂം. ഓക്കെ, ആവും പോയി. ഈ ദോശയെ ഒരാളെ കൊണ്ട് താങ്ങൂല ഒറ്റക്ക്. ഞാൻ ആവുന്ന അത്ര തിന്നിട്ട് ബാക്കി വെച്ചിട്ട് അത് 2 ആക്കി ഇനി നിന്നാ. ഈ ചിക്കൻ ദോശക്ക് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 100 രൂപ. 100. മറ്റേ മഷ്റൂം 80. 100 രൂപ ആയാലും ഒരു കുടുംബത്തിലേക്ക് ഒന്നും മതി, അതിനകത്തുണ്ട്. ആയാലും തിന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് പോകാൻ വിചാരിച്ച് വന്നതാണ്. മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു സാർ. ഇനി നമുക്ക് ആരോടും പറയാലോ, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന ദോശ കഴിച്ച് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ റോട്ടിൽ
ഗ്രാനിസ് എന്ന് പറഞ്ഞ പുതിയ ഹോട്ടലുണ്ട്. പുതിയതല്ല 2 കൊല്ലമായി തുടങ്ങിയിരുന്നാലും ഇന്ന സംഭവങ്ങൾ വെറൈറ്റി ദോശകൾ ഞങ്ങൾ ബോർഡ് സ്പെഷ്യൽ ദോശകളുണ്ട്. ഇത് ഈ ബോർഡ് വായിക്കുമ്പോൾ അല്ല തിന്ന നമ്മൾ പറയുമ്പോൾ അതായത് ഒരാൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് വന്ന് തിന്നാം. അതിന് തകരാറുമില്ല. നമ്മൾ കണ്ടതല്ലേ. ആയാലും അപ്പൊ നിങ്ങളിടയ്ക്ക് നമുക്ക് ഫാമിലിയായിട്ട് പ്രതീക്ഷിക്കാമല്ലോ. വരും ഓ വരും. അന്ന് ഞാൻ ഈ 100 രൂപ വെച്ച് കൊണ്ടുവരണോ? അത് വേണ്ട, നിങ്ങൾ വന്നാൽ മതി. ഓക്കെ.